ഇല്ല. ഈ നിലക്ക് അല്ലാഹു തആല പരിചയപ്പെടുത്തി. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജ് 11 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. യവദ്ദുൽ മുജ്രിമു, അന്ന് കുറ്റം ചെയ്തവൻ ആഗ്രഹിക്കും. എന്താ ആഗ്രഹം എന്നറിയോ? ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി, എന്റെ മക്കളെ പിടിച്ചോളൂ, അവനെ നരകത്തിലേക്ക് ഇട്ടോളൂ, എന്നെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹുവേ. ഇത് നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതൊക്കെ തോന്നുന്നുണ്ടോ? നമുക്കങ്ങനെ വിചാരിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ നാവ് കൊണ്ട് പറയാണ് എന്റെ മകനെ പിടിച്ച് നരകത്തിലേക്ക് ഇട്ടോ, എന്നിട്ട് എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന്. ഈ ദുനിയാവിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മളത് പറയൂല. അതേ നാവ് കൊണ്ട് തിരിച്ചു പരലോകത്ത് അങ്ങനെ പറയുമെങ്കിൽ എന്താണ് ആ പരലോകം? നമ്മളിവിടെ പറയാറില്ല, നിങ്ങൾ എന്റെ മകനെ ഉപദ്രവിക്കരുത്, എന്റെ ഉമ്മാനി വാപ്പാനെ ഉപദ്രവിക്കരുത്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഇതൊക്കെ പറയാറില്ലേ? അത് പറയുന്ന അതേ നാവ് കൊണ്ട് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ, എന്റെ മക്കളിതാ നരകത്തിലേക്കിട്ടോ, എന്നെ രക്ഷപ്പെടുത്തണം. വസ്വാഹിബതിഹി, എന്റെ ഭാര്യ ഇതാ, അവൻ നരകത്തിലേക്കിട്ടോ, എന്നെ രക്ഷപ്പെടുത്തണം. വഅഖീഹി, എന്റെ സഹോദരൻ ഇതാ. വഫസീലതിഹി അല്ലതി തുവീഹി, അഭയം നൽകിയിരുന്ന, ആശ്വാസം നൽകിയിരുന്ന കുടുംബം, അവരെ പിടിച്ചോളൂ, നരകത്തിലേക്ക് ഇട്ടോളൂ. അല്ല, വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി, ദുനിയാവിലുള്ള സകല മനുഷ്യന്മാരെ നീ നരകത്തിലേക്ക് ഇട്ടോ, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന ദിവസമാണ് എങ്കിൽ ആ ദിവസത്തേക്ക് നമ്മുടെ ഈ ലോകത്ത് ജീവിതം എന്തായിരിക്കണം? നമ്മുടെ നാവും നമ്മുടെ കണ്ണുകളും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ജീവിതം എല്ലാം, നമ്മൾ കടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു ദിവസത്തേക്ക് നമ്മളൊക്കെ പോകാനുള്ളവരാണ്. ഇതൊക്കെ പറയുമ്പോൾ അല്ലാഹ് പറയാ കല്ല, ഇല്ല, നടക്കൂല. ഇന്നഹാലല്ലാം, അത് കത്തിജ്വലിക്കുന്ന അഗ്നിയാണ്, മനുഷ്യന്റെ തലയോട്ടിയെപ്പോലും മുറിച്ചു കളയുന്ന ഒന്നാണ്. അവിടെ രക്ഷപ്പെടാൻ നിന്റെ ഭാര്യയെ കൊടുത്തുകൊണ്ട് കാര്യമില്ല, നിന്റെ മക്കളെ കൊടുത്തിട്ട് കാര്യമില്ല. അതിനുള്ള മാർഗമായിരുന്നു ദുനിയാവിൽ ഞാൻ പറഞ്ഞു തന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. ഈമാനുണ്ടോ, അമലുസ്സാലിഹാത്തുണ്ടോ, നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. അത് ശ്രദ്ധിക്കാനോ അത് പ്രവർത്തിക്കാനോ മനുഷ്യർ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നോക്കൂ നിങ്ങൾ, ആ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നിടത്ത് മറ്റൊരു അവതരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്തുൽ മആരിജിന്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50,000 വർഷത്തോളം ദൈർഘ്യം വരുന്ന ആ ഒരു ദിവസം. നമ്മുടെ ആയുസ്സാണ് ചിലപ്പോ 60, 65, 70 ഒക്കെ നമ്മുടെ ആയുസ്. പരലോകത്തുള്ള ഒരുപാട് ദിവസങ്ങളിൽ ഒരു ദിവസം വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ആ ദിവസത്തിലെ ഭയാനകതകൾ സംഭവിക്കുന്ന, ലോകത്തിന് തകർച്ച സംഭവിക്കുന്ന, അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തുനിന്നും റബ്ബ് വിചാരണയ്ക്ക് വേണ്ടി വരുന്ന ആ ദിവസം മലക്കുകളും ജിബ്രീലും അല്ലാഹുവിലേക്ക് കയറിപ്പോകും. അന്ന് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു, അന്നത്തെ ആ ദിവസത്തിന്റെ അളവ്, അതിന്റെ വലിപ്പം 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്, ആലങ്കാരികമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആ ദിവസത്തിന്റെ ഭയപ്പാടിനെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ അറിയിക്കുന്ന കാര്യമാണ്. ഫസ്ബിർ സബ്റൻ ജമീല, പ്രവാചകരെ നിങ്ങൾ ക്ഷമിച്ചോളൂ, സുന്ദരമായി ക്ഷമിക്കുക. എന്താ കാരണം അറിയോ? ഈ പരലോകം പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുത്തിയപ്പോ അന്ന് ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. എന്ത് പരലോകം? പ്രവാചകരോടല്ല പറയാണ് ഫസ്ബിർ സബ്റൻ ജമീല ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബൻ, അവർ അതിനെ വളരെ വിദൂരത്തായി കാണുന്നു, നമ്മൾ കാണുന്നതും വളരെ അടുത്താണ് എന്ന്. സഹോദരന്മാരെ, ഇതാണ് അന്ത്യദിനത്തിന്റെ പ്രത്യേകതകൾ, ആ ദിവസത്തിലെ ഭയാനകതകൾ. ഇനി ഏതാനും ചില കാര്യങ്ങൾ, അന്ന് നടക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. സൂര്യനെ സംബന്ധിച്ച്, ചന്ദ്രനെ സംബന്ധിച്ച്, കടലിനെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, പർവ്വതങ്ങളെ സംബന്ധിച്ച്, ഈ ലോകത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ മുന്നോട്ടുള്ള ആ ഗമനത്തിന്റെ ആവശ്യത്തിനായിക്കൊണ്ട് അല്ലാഹു വെച്ച സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തകർന്നടിയുന്ന, നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആകാശങ്ങളും അവിടെ കാണുന്ന നക്ഷത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പർവ്വതനിരകളും അതേപോലെ നദികളും പുഴകളും എല്ലാറ്റിന്റെയും ഒരു അവസാനത്തെ ദിവസം, അത് എല്ലാറ്റിന്റെയും അവസാനമാണ്. റബ്ബിന്റെ ഖുദ്റത്ത് വെളിവാകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമത്തും ഖുദ്റത്തും മഹത്വവും പ്രകടമാകുന്ന
ആ ഒരു അവസാനത്തെ ദിവസത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ട പോലെ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ പിടിയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, വലതു കൈകൊണ്ട് അല്ലാഹു തആല ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും. 7 ആകാശങ്ങൾ, ഇവിടെ സമാവാത്ത് ബഹുവചന പ്രയോഗമാണ്. ബിയമീനിഹി, തന്റെ വലതു കൈകൊണ്ട് 7 ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, ആ റബ്ബിലാണല്ലോ ഈ മനുഷ്യന്മാർ പങ്കുചേർക്കുന്നത്. ആ അല്ലാഹനെ പോലെ കാണുന്ന വലി എന്ന് പറയാൻ, അല്ലാഹനെ പോലെ കഴിവുള്ള, അല്ലാഹനെ പോലെ പിന്നെ കാണുന്ന, അല്ലാഹനെ പോലെ അറിയുന്ന, അല്ലാഹനെ പോലെ കേൾക്കുന്ന വലിയ എന്നൊക്കെ മരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനുഷ്യരെ ആലോചിക്കും എത്രമാത്രം വലിയ ഗുരുതരമായ വാക്കാ നമ്മളൊക്കെ പറയുന്നത്. 7 ആകാശങ്ങളെ തന്റെ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കുന്ന അല്ലാഹു, അത് പറഞ്ഞിട്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ ആളുകൾ പല ആളുകളെയും ആ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ട്. അവൻ എത്രയോ പരിശുദ്ധവാനാണ്. തൗബ ചെയ്തോളും, മടങ്ങിക്കോളും യഥാർത്ഥമായ തൗഹീദിലേക്ക്. അവനെ നാളെ പരലോകത്ത് രക്ഷയുള്ളൂ. അല്ലാഹു തആല ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കും. അവസാനിച്ചില്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു വേറെ സ്ഥലത്ത്, പുസ്തകത്തിലെ ഏടുകൾ മടക്കുന്ന പോലെ, പുസ്തകത്തിന്റെ ഏടുകൾ ചുരുട്ടിപ്പിടിക്കപ്പെടുന്ന പോലെ ആകാശങ്ങളെ നമ്മൾ ചുരുട്ടിപ്പിടിക്കുന്ന ദിവസം സൂറത്ത് അംബിയായിലെ 104-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിലൂടെ യഖ്ബലുല്ലാഹുൽ അർള യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസം അല്ലാഹു ആകാശത്തെ ഭൂമിയെ പിടിക്കും. വലതു കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടും. എന്നിട്ട് പറയും അനൽ മലിക്, ഞാനാണ് രാജാവ്. അതേ മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. അനൽ മലിക്, ഇന്ന് ഞാനാണ് രാജാവ്. ഐന മുലൂകുൽ അർള്, എവിടെയാ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ? അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം വരാനുണ്ട്, അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ ആകാശങ്ങൾ അല്ലാഹു ചുരുട്ടി അതിനെ തന്റെ വലതു കൈയിൽ എടുക്കും. എന്നിട്ട് പറയും ഐനൽ മലിക് ഐനൽ ജബ്ബാറു അനൽ മലികു ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, ഞാനാണ് രാജാവ്. എവിടെയാ പോക്കിരികളൊക്കെ? എവിടെയാ അഹങ്കാരികളൊക്കെ? ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ, എന്റെ കീഴിലാണ് എല്ലാം എന്ന് പറഞ്ഞ പല ആളുകളും പല കാലത്തും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എവിടെയാണ് അവരൊക്കെ? എന്നിട്ട് തന്റെ അടുത്ത കൈ കൊണ്ട് ഭൂമിയെയും എടുക്കും. എന്നിട്ട് പറയും അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, ഞാനാണ് രാജാവ്. എവിടെ പോയി രാജാക്കന്മാരൊക്കെ? ഈ നിനക്ക് പരിപൂർണമായും ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിൽ ആകുന്ന, അല്ലാഹു തആല ആർക്കും നിയന്ത്രണത്തിന് അധികാരം കൊടുക്കാത്ത ആ ഒരു ദിവസം അന്നവൻ ആകാശങ്ങളെയും ഭൂമിയെയും ചുരുട്ടിപ്പിടിക്കും. മലകളെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഇദാ നുഫിഖ ഫിസ്സൂർ നഫഖത്തുൻ വാഹിദ, അന്ന് ആ ഒരു ഊത്ത് ഊതിക്കഴിഞ്ഞാൽ വഹുമിലത്തുൽ അർളു, അതാ ഭൂമി ഉയർത്തപ്പെടുകയാണ്, ഭൂമി എടുക്കപ്പെടുകയാണ്. വൽ ജിബാലു, പർവ്വതങ്ങളും. എന്നിട്ടോ ഫദുക്കതാ ദക്കതൻ വാഹിദ, അത് രണ്ടും നമ്മൾ കൂട്ടിയിടിപ്പിക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ ഭൂമി? എന്താണ് ഇന്ന് നമ്മൾ വസിക്കുന്ന ഭൂമിയും അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയുമൊക്കെ? അതിന്റെ ഉപരിഭാഗത്ത് ആരൊക്കെയുണ്ട്? എല്ലാവരും തീർന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. അതെ, ഈ ഭൂമിയും ഈ പർവ്വതവും ഫദുക്കതാ ദക്കതൻ വാഹിദ, അത് കൂട്ടിയിടിപ്പിക്കപ്പെടും. ഫയൗമഇദിൻ വഖഅത്തുൽ വാഖിഅ, അന്നാണ് അൽ വാഖിഅ സംഭവിക്കുക. ആ സംഭവിക്കാനുള്ളത് അന്ന് സംഭവിക്കും. മറ്റൊരു സ്ഥലത്ത് കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമി അത് കൂട്ടിയിടിക്കപ്പെട്ടാൽ അന്നാണ് വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, റബ്ബും മലക്കുകളും വരി വരിയായി വിചാരണയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തുൽ ജിബാലു കസീബൻ മഹീല, എണ്ണച്ചണ്ടി പോലെ ഒന്നുമില്ലാത്ത ദുർബലമായി ഒലിച്ചു പോകുന്ന മൺകൂല പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ നിലക്ക് പർവ്വതങ്ങൾ ആയിത്തീരും അന്ന്. വതകൂനു ജിബാലു കൽയഹിൻ, കടഞ്ഞെടുത്ത രോമം പോലെ ദുർബലമായിരിക്കും പർവ്വതങ്ങൾ. വതകൂനു ജിബാലു കൽയഹിനിൽ മൻഫൂഷ്,
ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ അല്ലാഹു തആല ഈ ലോകത്തിന്റെ ഭൂമിയുടെ ഉറപ്പിന് വേണ്ടി സംവിധാനിച്ച മലകളെ കുറിച്ച് പറയാ. ആ ഉറപ്പിനുള്ള ആണിയാകുന്ന മലകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമിന്റെ കഥ പറയാനുണ്ടോ? അതിൽ വസിക്കുന്ന സൃഷ്ടികള് അവരുടെ അവസ്ഥ ആ ദിവസം എന്തായിരിക്കും? ഒരു ഹദീസ് പ്രത്യേകം ഓർക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ രണ്ട് വിഭാഗമാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ രണ്ട് വിഭാഗമാണ്. ഒന്ന്, ഖിയാമത്ത് നാളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ആ കാലത്ത് ആരാണോ ജീവനുള്ളത് പിന്നെ ആ സമയത്ത് മരിക്കുമല്ലോ. അവസാനത്തെ സമയത്ത് ആളുകൾ അത്രക്ക് മോശമായിരിക്കും അവരില്ല ഖിയാമത്ത് നാൾ സംഭവിക്കുക. അവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശമായ ആളുകൾ. ഒന്ന്. രണ്ടാമത്തെ ആരാന്നറിയോ? ഇവരിലേക്ക് പിന്നെ ചേർത്തി പറഞ്ഞത് ഖബറുകളെ കെട്ടിപ്പൊക്കി അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ ആരാധന നിർവഹിക്കുന്ന ആളുകള്. ആലോചിക്കണം, സമൂഹം എവിടെയാണ് ഉള്ളത് എന്ന്, എവിടെയാണ് നമ്മുടെ സമൂഹം ഉള്ളത് എന്ന് ആത്മാർത്ഥമായി വിലയിരുത്താൻ പറ്റിയ ഒരു നിമിഷമാണിത്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ഈ ഭയാനകരമായ രംഗങ്ങളും അന്ന് മരിക്കുന്ന ആ മനുഷ്യന്മാരുടെ അവസ്ഥയും പ്രയാസം എന്തായിരിക്കും? അത്രയ്ക്ക് മോശക്കാരാണ് അവര്. അവരോടൊപ്പമാണ് അല്ലാഹു തആല ചേർത്തി പറഞ്ഞത്. ആരെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഹദീസിലൂടെ, ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റുന്നവർ. നമ്മൾ സ്വയം പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ആ സന്ദേശം ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പർവ്വതങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വൈദൽ ജിബാലു സുയ്യിറത്തുൻ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെട്ടാൽ സ്ഥാനം വിട്ട് ഓടുകയാണ്. പർവ്വതങ്ങൾ മാത്രമല്ല, കടലുകൾ. ഭൂമിയുടെ ഇന്ന് 2/3 ഭാഗം കടലാണ്, ഒരു ഭാഗമേ കരയുള്ളൂ. നമുക്കറിയാം. ആ കടലിനെ സംബന്ധിച്ച് ഖുർആൻ 2 പ്രയോഗം നടത്തി. ഒന്ന് വൈദൽ ബിഹാറു ഫുജ്ജിറത്തി എന്നും, മറ്റൊരു സ്ഥലത്ത് വൈദൽ ബിഹാറു സുജ്ജിറത്തി എന്നും. അതിൽ ഒന്നിന്റെ അർത്ഥം കത്തിക്കപ്പെട്ടാൽ എന്നാണ്. കടലുകൾ കത്തുന്ന ദിവസം. കാരണം കടലിലെ വെള്ളം അത് ആ വെള്ളത്തിന്റെ ആദ്യത്തെ അവസ്ഥ ഒന്ന് തീയിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതും മറ്റൊന്ന് തീയിനെ കത്തിക്കാൻ സഹായിക്കുന്നതുമായ ഓക്സിജനും ഹൈഡ്രജനുമാണല്ലോ. ഇത് രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് വെള്ളമായി H2O. ആ വെള്ളം അതിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് മാറുക. ഖിയാമത്ത് നാളാകുമ്പോ എല്ലാ വ്യവസ്ഥയും തകർന്നു കഴിഞ്ഞു. അപ്പൊ എന്താ കടൽ? സത്യത്തിന് കടലിൽ തീയാണുള്ളത്. വൈദൽ ബിഹാറു സുജ്ജിറത്, കടൽ ലോകം മുഴുവൻ കത്താൻ തുടങ്ങുമ്പോ എന്താണ് ആ ദിവസം? വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, കടലുകളെല്ലാം പൊട്ടി കരയിലേക്ക് പുറത്തേക്ക് ഒഴുകുന്ന ദിവസം. അപ്പൊ ആ ഒഴുകുന്നത് വെള്ളമായിരിക്കുമോ അഗ്നിയായിരിക്കുമോ? ഈ നിലക്കുള്ള അത്ഭുതങ്ങളും ലോകത്ത് സംഭവിക്കുന്നു. ആകാശലോകത്ത് സുന്ദരമായി നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, അവിടെ ഉറച്ചു നിൽക്കുന്ന ആകാശം, മനുഷ്യന് വിധാനമായി അല്ലാഹു തആല സംവിധാനിച്ച ആ ആകാശം അന്ന് ആടാൻ തുടങ്ങും. ആകാശം ആടുക എന്ന് പറഞ്ഞാൽ ആകാശം വിണ്ടുകീറിയാൽ, ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഇതൊക്കെ ആ ദിവസത്തിൽ സംഭവിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പരലോകമാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. പിന്നെ പരലോകത്തെ വിചാരണയാണ് പറയുന്നത്. പിന്നെ നരകവും സ്വർഗവുമാണ് പറയുന്നത്. അന്ന് ആകാശം പിളരും. അന്നത് ദുർബലമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചുരുട്ടപ്പെടും. അത് പിന്നെ പ്രകാശം ഇല്ലാതെയായിത്തീരും. അതും ഖുർആൻ പഠിപ്പിച്ചു. ചന്ദ്രന് ഖുസൂഫ് ബാധിച്ചാൽ അതിലെ പ്രകാശം പോവുകയാണ്. സൂര്യന്റെ വെളിച്ചം ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ഓരോന്നും ചുരുട്ടിപ്പിടിക്കപ്പെടുകയാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്. ആകാശലോകത്ത് നക്ഷത്രങ്ങൾ താഴോട്ട് വന്നാൽ എന്തായിരിക്കും ഭൂമിന്റെ അവസ്ഥ? ഏതാണ്ട് ഒരാഴ്ചയിൽ നമ്മൾ അവിടെ തീ വീണു, ഇവിടെ തീ വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൽക്കയുടെ ചില കഷ്ണങ്ങളുടെ ഭാഗമായി പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, അപ്പൊ ഇതിലുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മളൊക്കെ അതിന്റെ മുമ്പ് മരിച്ചു പോകുമെന്ന്. പക്ഷേ ഇത് പ്രവർത്തിപ്പിക്കുന്ന അല്ലാഹു തആല, അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് നമ്മുടെ വിചാരണ നടത്തുന്നവൻ, അവനാണ് നരകസ്വർഗം വേർതിരിക്കുന്നവൻ. ആ ഒരു റബ്ബിന്റെ മഹത്വം അത് നമ്മൾ ഒരിക്കലും മറന്നുകൊണ്ട് ജീവിക്കരുത്. ആ റബ്ബിനെ കുറിച്ചുള്ള പേടി അത് വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ജീവിതമുണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം, വിശ്വാസം, കർമ്മം, ആചാരം, സ്വഭാവം, സംസ്കാരം എല്ലാം നമ്മൾ നന്നാക്കിയെടുക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا
വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളും സിഫാത്തുകളും മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 4-5 ഖുതുബകൾ നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത്. ഇനി അറിയേണ്ടുന്ന മറ്റു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളും അസ്മാഉകളും ഖുർആനിലും ഹദീസിലും എന്തു വന്നിട്ടുണ്ടോ അത് വിശ്വസിക്കണമെന്ന്, അത് അതിന്റെ പ്രത്യക്ഷ അർത്ഥത്തിൽ സ്വീകരിക്കണമെന്നും പഠിപ്പിച്ചു, നമ്മൾ മനസ്സിലാക്കേണ്ടായി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പഠിക്കുക, അസ്മാഉകളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചില ഹദീസുകളിൽ വരുമ്പോൾ ആ ഹദീസുകൾ ആഹാദായ ഹദീസുകളാണെങ്കിലും നമ്മൾ അത് സ്വീകരിക്കണം. അപ്പോൾ ആഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസുകൾ പ്രധാനമായും 2 തരമാണ്. ഒന്ന് ആഹാദ് എന്ന് പറയും, മുതവാത്തിർ എന്ന് പറയും. അതല്ലാത്ത മറ്റുള്ള ഹദീസുകൾക്ക് ആഹാദുകൾ എന്നും പറയും. മുതവാത്തിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ കളവ് പറയാൻ സാധ്യതയില്ലാത്ത വിധം ഒരുപാട് സ്വഹാബിമാർ, 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളൊക്കെ, ഒരുപാട് സ്വഹാബിമാർ ആ ഹദീസ് കേൾക്കുന്നു. അതേപോലെ ഒരുപാട് ആ സ്വഹാബിമാരിൽ നിന്ന് ഒരുപാട് താബിഈങ്ങൾ പിൽക്കാലത്ത് കേൾക്കുന്നു. അവരിൽ നിന്ന് ഒരുപാട് തബഉ താബിഈങ്ങൾ പിൽക്കാലത്ത് കേൾക്കുന്നു. അങ്ങനെ ആ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി അല്ലെങ്കിൽ ഇമാം മുസ്ലിം അതുവരെ പ്രവാചകനിലേക്കുള്ള പരമ്പരകളിൽ എല്ലാ ഘട്ടങ്ങളിലും, അതിന് തൊബക്ക എന്ന ഹദീസിന്റെ ഭാഷയിൽ പറയാം, സ്വഹാബത്തിന്റെ തബക്ക, താബിഈന്റെ തബക്ക, തബഉ താബിഈന്റെ തബക്ക, അങ്ങനെ കീപ്പോട്ട് പോരും. ഓരോ തബക്കയിലും ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ, ഇപ്പൊ ഞാനും സംഭവം ഉടനെ പറയാം, നിങ്ങൾ എല്ലാവരും കേട്ടു. ഈ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ ഇതേപോലെ വലിയ സമൂഹം വേറെ കേൾക്കുകയാണ്. അപ്പൊ എന്താ സംസാരം? മുതവാത്തിർ എന്നാണ് പറയാം. അപ്പൊ പ്രവാചകനിലേക്ക് എത്തുന്ന പരമ്പരയിലെ റാവിമാര് ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ അവർ ഒരിക്കലും അവിടെ കളവ് സാധ്യത വരുന്നില്ല. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുതവാത്തിർ എന്ന് പറയാം. ആഹാദ് എന്ന് പറഞ്ഞാലോ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരൊറ്റ സ്വഹാബി മാത്രമേ കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 സ്വഹാബിമാര് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ ആ സ്വഹാബിമാര് പിന്നെ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5, 8 അല്ലെങ്കിൽ 10, 20 ആളുകൾ കേട്ടു എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു തബക്കയിൽ ഘട്ടത്തിൽ ഈ മുതവാത്തിറിന്റെ പരിധിയിലേക്ക് എത്താത്ത കുറച്ച് ആളുകൾ മാത്രം റിവായത്ത് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ള ഹദീസുകൾക്കാണ് ആഹാദായ ഹദീസ് എന്ന് പറയാം. ഇത് പറയാൻ കാരണം ചില ആളുകളൊക്കെ ആഹാദായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് മഹാ അബദ്ധമാണ്, മഹാ തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയച്ച സംഭവം ഹദീസിൽ വരുന്നുണ്ട്. അത് പറയുമ്പോൾ എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത്? നീ അവിടെ പോയിട്ട് അഹ്ലുൽ കിതാബുകാരെയാണ് നീ ക്ഷണിക്കുന്നത്, അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ആദ്യം അവരോട് പറയേണ്ടത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോ മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എത്ര ആളാ? ഒരൊറ്റ ആളേ ഉള്ളൂ. ഇതിന് ആഹാദ് എന്നാണ് പറയാ, ഇത് മുതവാത്തിറല്ല. അപ്പൊ ഈ സഹാബി മാത്രം അത് കേട്ടു, അദ്ദേഹം മാത്രം പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അഖീദയാണല്ലോ പഠിപ്പിക്കുന്നത്, വിശ്വാസമാണല്ലോ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ ഒരു സ്വഹാബിയോ 2 സ്വഹാബിയോ അല്ലെങ്കിൽ 1-2 താബിഈങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ആഹാദായ ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം വന്നാൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ പല ആളുകളും തള്ളിക്കളയാറുണ്ട്, അതിനെ എതിർക്കാറുണ്ട്. പല കാരണങ്ങളുണ്ട്, പിന്നീട് വിശദീകരിക്കാം. ഒരു കാരണം എന്താ? അത് വന്ന ഹദീസ് ആഹാദാണ്, മുതവാത്തിറല്ല. കുറെ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസെല്ലാം ഇങ്ങനെ കുറച്ച് ആളുകൾ മാത്രം ചില തൊബക്കയിൽ ഉള്ളൂ, അതുകൊണ്ട് അത് ആഹാദാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ നയം ശരിയല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിം അദ്ദേഹം പറയുന്നുണ്ട്, ലം അഹ്ഫദ് അൻ ഫുഖഹാഇൽ മുസ്ലിമീന അന്നഹും ഇഖ്തലഫു ഫീ തസ്ബീത് ഖബറിൽ വാഹിദ്.
ആഹാദായ ഹദീസുകൾ ഖബറുൽ വാഹിദ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അത് സ്വീകരിക്കാൻ പറ്റും എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഒരു മുസ്ലിം ഫഖീഹിനെയും കർമ്മശാസ്ത്ര പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫിഈ പറയുന്നു. അതുകൊണ്ട് തന്നെ ഹദീസിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അസ്മാഉകൾ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കേട്ട താബിഈയോ അവരിൽ നിന്ന് കേട്ട തബഉ താബിഈങ്ങളോ കൂടുതൽ ആളുകൾ ഇല്ല എന്നുള്ള കാരണം പറഞ്ഞ് ആഹാദായ ഹദീസാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന സ്വഭാവം പണ്ട് മുതലേ മുഅ്തസിലികളിലും ഖവാരിജികളിലും ഒക്കെ ഉണ്ട്. ആ സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? അല്ലാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പല വിഷയങ്ങളും തള്ളേണ്ടി വന്നത്. അങ്ങനെ തള്ളാൻ നമുക്ക് അനുവാദമില്ല. മാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം, പ്രവാചകൻ ഒഴിവാക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കുകയും വേണം. ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിന്റെ അസ്മാവുകളെയും സിഫാത്തുകളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് പഠിക്കുന്ന പാഠം അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും ആഹാദായ ഹദീസുകളിലൂടെ വന്നതാണെങ്കിലും ശരി വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കാനും ഇസ്ലാമിനെ അറിയാനും എന്നിട്ട് പരലോക ബോധത്തോടുകൂടി നല്ലവരായി ജീവിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ് ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഇവിടെയുള്ള ഒരു ഫിൽറ്ററുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു വാട്ടർ ടാങ്കിനുമായി ബന്ധപ്പെട്ട കാര്യം. ചില ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മുടെ ആവശ്യത്തിലേക്ക് അത് എത്തിയിട്ടില്ല. ആളുകൾ ഒന്നുകൂടി സഹകരിക്കണം, ശ്രദ്ധിക്കണം എന്നുകൂടി രണ്ടാമതും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന്, ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. മറ്റേത് നിങ്ങൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു സഹോദരൻ ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൈറായ ഭാവി അള്ളാഹു തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നുപോയ പാപങ്ങൾ, തിന്മകൾ എല്ലാം അള്ളാഹു പുറത്തു തന്ന് ഈമാനോട് കൂടി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.